Hi dears, welcome back. This is fourth part of our online class for first semester Complmntry paper Aspects of Oral and Interpersonal Communication. We are dealing with first module Oral Communication. We already discussed first two topics from this first module, Oral Communication and Components of Communication. In this video, we are going to learn next topic, types of communication. Yes, there are several different ways we share information with one another. Verbal communication is used when sharing a presentation with a group, and written communication is used when applying for a job or sending an email. In our day-to-day communication, we share our information in different style, in different ways. When we want to share a message in a group, അത്തരം സന്ദർഭങ്ങളിൽ നാം വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് സ്വീകരിക്കുന്നത്. വെർബൽ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ നമുക്ക് പറയാനുള്ളതാണ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്ലൈയിങ് ഫോർ എ ജോബ് ഓർ സെൻഡിങ് ആൻ ഇമെയിൽ, ഇത്തരം റിട്ടൺ ഡോക്യുമെന്റ്സുകൾ അയച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് നാം ഉപയോഗിക്കുന്നത്. ലൈക്ക് ദിസ് വി കമ്മ്യൂണിക്കേറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആസ് ദ സിറ്റുവേഷൻ റിക്വയർഡ്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ ഏറ്റവും ഉചിതമായി അതനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലും ചില വ്യത്യാസങ്ങളുണ്ട്. ദെൻ ഹിയർ ഓൺ ദ ബേസ് ഓഫ് മെത്തേഡ്, ചാനൽസ് ആൻഡ് ഡയറക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ഡിഫറെന്റ് വേ. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതികൾക്ക് അടിസ്ഥാനത്തിൽ, അതിന്റെ മാർഗങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഡയറക്ഷൻ, ദിശകളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിക്കേഷനെ 3 രീതിയിലാണ് പ്രധാനമായും ക്ലാസിഫൈ ചെയ്യുന്നത്. Yes, communication is classified on following ways. Firstly, on the basis of communication method, type of communications are verbal, non-verbal and visual. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിക്കേഷനെ വെർബൽ, നോൺ-വെർബൽ, വിഷ്വൽ എന്നീ രൂപത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ പറയപ്പെട്ട 3 രീതി അല്ലാതെ ചില അഡീഷൻസ് ആയിട്ട് ചില ടൈപ്സുകളൊക്കെ ഒരു പക്ഷേ മറ്റെവിടെയെങ്കിലൊക്കെ കാണാം. അതായത് വെർബൽ, നോൺ-വെർബൽ, ഓറൽ, റിട്ടൺ, ബോഡി ലാംഗ്വേജ്, ഗെസ്റ്റേഴ്സ് തുടങ്ങി മറ്റു ചില ടൈറ്റിലുകൾ നൽകി ക്ലാസിഫിക്കേഷൻ കാണാം. പക്ഷെ അത്തരം ടൈറ്റിൽസുകളൊക്കെ നമ്മുടെ ഈ ഒരു 3 ടൈപ്പിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ കൂടുതൽ വ്യക്തത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചില ഫീച്ചേഴ്സുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് വരുന്ന ടൈപ്പുകളൊക്കെ ഇതിന്റെ കീഴിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ടൈപ്പ് വെർബൽ is what is meant by verbal communication. Verbal communication involves the use of language and words for the purpose of passing the intended message. With the help of words, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ചില ഡെഫിനിഷനിൽ വെർബൽ എന്നാൽ സ്പോക്കൺ ലാംഗ്വേജ് ആണ്, സ്പോക്കൺ വേയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ റിട്ടണിലും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ സ്പോക്കൺ ആയാലും റിട്ടൺ ആയാലും വാക്കുകൾ ഉപയോഗിച്ച്, ലാംഗ്വേജുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് വെർബൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ഇൻ ജനറൽ ടേംസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് സ്പോക്കൺ വേർഡ്സ് ഓൺലി. ബട്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി in the spoken or written forms. Thus the verbal forms may be oral or written as discussed below. നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ ടേംസിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്പോക്കൺ വേർഡ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ്. എന്നാൽ വെർബൽ എന്നാൽ വേർഡ്സുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാൽ സ്പോക്കൺ ഫോമിലും റിട്ടൺ ഫോമിലും ഉണ്ടാകുന്നുണ്ട്. സോ ദ വെർബൽ ഫോംസ് മേ ബി ഓറൽ ഓർ റിട്ടൺ ആസ് ഡിസ്കസ്ഡ് ബിലോ. അതുകൊണ്ട് വെർബലിനെ പിന്നീട് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നീ രൂപത്തിൽ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ is the act of writing, typing or printing symbols like letters and numbers to convey information. It is helpful because it provides records of information for reference. For examples, emails, texts, letters, reports, SMS, posts on a social media platform, documents, handbook, posters, pamphlet, blog, memos, and more. Emails and chats are common form of written communication in the workplace. Written communication എന്ന് പറയുമ്പോൾ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ
റിട്ടൺ ആയിക്കൊണ്ട് എഴുത്തിലൂടെ, ടൈപ്പിങ്ങിലൂടെ, പ്രിന്റിങ്ങിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. റിട്ടൺ രൂപത്തിലുള്ള ലെറ്റേഴ്സുകൾ, നമ്പേഴ്സുകൾ കൊണ്ടുള്ള സെന്റൻസുകൾ, വേർഡുകൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഫർദർ റെഫറൻസിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ കൂടുതൽ കീപ്പ് ചെയ്തു വെക്കേണ്ട സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഉചിതമായ അപ്ലൈങ് ഫോർ ജോബ്, ഫോർമൽ ലെറ്റേഴ്സുകൾ തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും നല്ലത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ദെൻ നമുക്കറിയാവുന്ന കുറച്ച് എക്സാമ്പിൾസുകളാണ് ഇമെയില്, ടെക്സ്റ്റുകൾ, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, SMS, അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ, മറ്റു ഡോക്യുമെന്റ്സുകൾ, റിപ്പോർട്ടുകൾ, അതുപോലെ ഹാൻഡ് ബുക്കുകൾ, ദെൻ പോസ്റ്റേഴ്സുകൾ, നമ്മൾ ചുമരിലും മറ്റു ഒട്ടിക്കുന്ന പോസ്റ്റേഴ്സുകൾ, പാംഫ്ലെറ്റ്, ലഘുലേഖകൾ, ബ്ലോഗ്സ്, മെമ്മോകൾ തുടങ്ങിയ ധാരാളം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ രീതികൾ നമുക്ക് കാണാം. ദെൻ ഇമെയിലുകളും ചാറ്റുകളും ഇന്ന് വർക്ക് സ്പേസിൽ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വേ ആണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ പ്രധാനമെന്ന് തോന്നുന്ന പോയിന്റ്സുകളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസുകൾ, പോയിന്റ്സുകളോട് കൊടുത്തിട്ടില്ല. This is the communication which employ the spoken word, either direct or indirect, as a communication channels. വാക്കുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേർബൽ എന്ന് പറഞ്ഞു. അത് റിട്ടൺ ആണെങ്കിൽ റിട്ടൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും, അത്തരം വേർഡ്സുകൾ സ്പോക്കൺ രീതിയിലൂടെയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടാണ് നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസും മറ്റു കാര്യങ്ങളൊക്കെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് അവിടെ നോക്കുക. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. ഈ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ മെസ്സേജസ് ആർ റിലേഡ് വിത്തൗട്ട് ട്രാൻസ്മിഷൻ ഓഫ് വേർഡ്സ്. ദ മെസ്സേജസ് ഹിയർ ആർ വേർഡ്ലെസ് മെസ്സേജ്. This form of communication mainly aids verbal communication. It supplements it with the gestures, body language, symbols and expressions. വേർബൽ നേരത്തെ നാം പറഞ്ഞു, വേർഡ്സുകൾ ഉപയോഗിച്ച്, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ അത്തരം വാക്കുകളോ ലാംഗ്വേജുകളോ ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. വിതൗട്ട് ദ ട്രാൻസ്മിഷൻ ഓഫ് വേർഡ്സ്, വേർഡ്സിന്റെ ട്രാൻസ്മിഷൻ ഇല്ലാതെ തന്നെ ആശയങ്ങൾ കൈമാറുന്നതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. വാക്കുകളില്ലാതെ, വാക്കുകൾ കൈമാറാതെ ആശയം കൈമാറുന്നതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ കൈമാറപ്പെടുന്ന മെസ്സേജുകൾ വേർഡ്ലെസ് മെസ്സേജുകളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനാണ്. നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും വേർബൽ കമ്മ്യൂണിക്കേഷനെ എയ്ഡ് ചെയ്യുന്നതാണ്. Yes, it supplements with gestures, body language, symbols and expressions. നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരാൻ വേണ്ടി, മറ്റുള്ളവർക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ വേർബൽ കമ്മ്യൂണിക്കേഷനോട് കൂടെ ചില ആക്ഷൻസുകൾ, ബോഡി ലാംഗ്വേജുകൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസുകൾ, അതുപോലെ ഐ കോണ്ടാക്ട്സുകൾ തുടങ്ങിയ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ രീതികളും നാം ഉപയോഗിക്കുന്നു. ഇങ്ങനെ വാക്കുകളില്ലാതെ, കോമൺ ലാംഗ്വേജ് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. Through this, one may communicate one's mood or opinion, or even to show a reaction to the message that are relaying. One's non-verbal actions are often set a tone for the dialogue. വേർബൽ കമ്മ്യൂണിക്കേഷന് സപ്ലിമെന്റ് ആണ്, സഹായകമാണ്, അതിനെ ഒന്നുകൂടി പ്രതിഫലിപ്പിക്കാൻ സഹായകമാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. എന്നോടൊപ്പം തന്നെ ഇത്തരം നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ അവർ കൈമാറ്റം ചെയ്യുന്ന ആശയങ്ങൾ എത്രത്തോളം മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അയാളുടെ മാനസിക തലം എന്താണ്, അതിനോട് മനസ്സെങ്ങനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കാൻ ഇത്തരം നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ സഹായകമാണ്. അതായത് നാം എസ്, ഓക്കെ എന്നൊക്കെ പറയുന്ന സമയത്ത് അയാളുടെ മുഖഭാവം കൂടി ശ്രദ്ധിച്ചാൽ അയാൾ ആ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് വ്യക്തമാവും. അതുപോലെ തന്നെ ടോൺ ഓഫ് ലാംഗ്വേജ് മനസ്സിലാക്കാനും സഹായിക്കുന്നു. ഇപ്പോൾ നെയിം എന്ന് നാം പറയുമ്പോൾ പേര് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നെയിം എന്ന് നമ്മളൊന്ന് നീട്ടി, ഒന്ന് നെറ്റി ചുളിച്ച് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ പേര് എന്താണ് എന്ന ഒരു ക്വസ്റ്റ്യൻ ചിഹ്നമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ടോൺ ഓഫ് ലാംഗ്വേജുകൾ മനസ്സിലാക്കാൻ, അവിടെ മാനസിക തലം മനസ്സിലാക്കാനൊക്കെ ഇത്തരം നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ രീതികൾ സഹായകമാണ്. ദെൻ സം ഓഫ് ദ മോഡൽസ് ഓഫ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻസ് ആർ. നേരത്തെ നാം പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രൂപത്തിൽ നാം നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ അതിൽ വരുന്ന പ്രധാനമായ ഒരു ക്ലാസിഫിക്കേഷൻസ് ആണ് ഫസ്റ്റ് വൺ ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദിസ് ഇസ് എ സം ടോട്ടൽ ഓഫ് ഫിസിക്കലി ഒബ്സർവബിൾ. നമ്മുടെ ഫിസിക്കൽ ബോഡിയുമായി റിലേറ്റഡ് ആയ എല്ലാ കമ്മ്യൂണിക്കേഷനും ബോഡി ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുമാണ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഹാൻഡ് ഗസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ദ ടോൺ ഓഫ് വൺസ് വോയിസ്, then postures. That mean position of body, conditions of body, ആ ബോഡിയുടെ നിൽപ്പ്, then ടച്ച്, ഗേസ്, തുറിച്ചു നോട്ടം, ഇത്തരം കാര്യങ്ങളൊക്കെ ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് കീഴിൽ വരുന്നതാണ്. നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷന്റെ 55% വരെ ഇത്തരം ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയുന്നു. നെക്സ്റ്റ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് അപ്പിയറൻസ്. ദ ഫസ്റ്റ് ഇംപ്രഷൻ സെറ്റ് ദ ടോൺ. People will react to your appearance, and this is a fact of life. Your clothes, the color of the fabrics, all determine the reaction of your audience. Appearance എന്ന് പറയുമ്പോൾ പുറം കാഴ്ചയിൽ കാണുന്ന കാര്യങ്ങൾ, അയാളുടെ നിലപാടുകളോ ആശയമോ ഒന്നും അറിയാതെ, സംസാരങ്ങളിലൂടെ ഒന്നുമില്ലാതെ അയാൾ ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗങ്ങൾക്കാണ്, കാര്യങ്ങൾക്കാണ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. പ്രധാനമായും അയാൾ ധരിച്ചിരിക്കുന്ന ക്ലോത്ത്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ കളറുകൾ. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളർ കണ്ടാൽ തന്നെ, അയാൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ സ്റ്റൈൽ കണ്ടാൽ തന്നെ അയാൾ എന്താണ് ജോലി ചെയ്യുന്നത്, അയാൾ ഏത് രാഷ്ട്രീയ നിലപാടാണ്, അയാൾ ഏത് മേഖലയുമായി പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കേവലം അപ്പിയറൻസിലൂടെ മാത്രം തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അപ്പിയറൻസ് മുഖേനയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. നെക്സ്റ്റ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് aesthetic communication. Art is an important means of communication. Through the paintings or other forms of art, the artist can convey the strongest messages. Several times in the history of the world, art has been used as an effective form of non-verbal communication. Arts, ചില ചിത്രങ്ങൾ, പെയിന്റിങ്സുകൾ, രൂപങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. അതിൽ വാക്കുകളില്ല, ഭാഷകളില്ല. ഏത് ഭാഷക്കാരനും ഏത് രാജ്യത്തു നിന്നും ഏത് കാലത്തു നിന്നും വരക്കപ്പെട്ട ചലച്ചിത്രങ്ങൾ, എല്ലാവർക്കും കോമൺ ആയിട്ട് ചില മെസ്സേജുകൾ അല്ലെങ്കിൽ വൈവിധ്യങ്ങളായ മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമായും പല പെയിന്റിങ്സിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒക്കെ ചരിത്രപരമായ പല ഇൻഫർമേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വാക്കുകളില്ലാതെ, ലെറ്റേഴ്സുകളില്ലാതെ കേവലം പെയിന്റിങ്സിലൂടെ, ആർട്ടിലൂടെ ലഭിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഈസ്തെറ്റിക് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, തേർഡ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ദൃശ്യങ്ങളിലൂടെ, കണ്ണിലൂടെ, കാഴ്ച മുഖേന നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ is the act of using photographs, art, drawing, sketches, placard, presentation, charts and graphs to convey information. Visuals are often used as an aid during presentation to provide helpful context alongside written and or verbal communication. Because of people have different learning style, visual communication might be more helpful for some to consume idea and information. Visual communication means communication depends on sight. കാഴ്ച മുഖേന ലഭിക്കുന്ന, നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഫോട്ടോഗ്രാഫ്സുകൾ, ആർട്ടുകൾ, ഡ്രോയിങ്സുകൾ, സ്കെച്ചസുകൾ, പ്ലക്കാർഡുകൾ, അതുപോലെ പ്രസന്റേഷൻസ്, ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ്, ഇത്തരം വിഷ്വലായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുവെങ്കിൽ അതിനെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർബലായിട്ടോ റിട്ടൺ ആയിട്ടോ ഒക്കെ നാം ചില കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വിഷ്വൽ എയ്ഡ്സും കൂടി ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊന്നും കൂടിയും മികച്ചതാവുകയും ആശയ കൈമാറ്റത്തിന് ഏറെ ഉപകാരപ്രദവുമാണ്. ഓരോരുത്തരുടെയും ലേണിംഗ് സ്റ്റൈലുകൾ വ്യത്യാസമായതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനോ സ്പോക്കൺ കമ്മ്യൂണിക്കേഷനോ എഫക്റ്റീവ് ആകുന്നില്ല. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ രീതിയിലൂടെ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിനാൽ തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണെന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, formal and informal communication. Here the classification is on the base of channels. Yes, on the base of communication channels, types of communications are formal and next one informal. First one, formal communication. ഔപചാരികമായ കമ്മ്യൂണിക്കേഷൻ, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ.
ഒഫീഷ്യലായ രീതിയിലുള്ള അത്തരം ആവശ്യങ്ങളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. A type of verbal communication in which the interchanges of information is done through the predefined channels is known as formal communication. The communication follows a hierarchical chain of command which is established by the organization itself. In general, this type of communication is used exclusively in the workplace, and the employees are bound to follow it while performing their duties. Here the communication is done through predefined channels. ഒരു നിർണിതമായ മാർഗത്തിലൂടെ ഒഫീഷ്യലായ രീതിയിലൂടെ പ്രോപ്പർ വഴിയിലൂടെ മാത്രം നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് കാഷ്വലായ സംസാരങ്ങളല്ലാത്ത നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു പ്രോപ്പറായ ട്രഡീഷണലായ രീതിയിലൂടെ ഒരു നിശ്ചിത മാർഗത്തിലൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ് പ്രീ ഡിഫൈൻഡ് ചാനൽസ്. കമ്മ്യൂണിക്കേഷൻ ത്രൂ പ്രീ ഡിഫൈൻഡ് ചാനൽസ്. അങ്ങനെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷനിൽ, ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ മേലധികാരിയോട് താഴെയുള്ള ആളുകൾ സംസാരിക്കുന്ന ഒരു സ്ട്രക്ചേർഡ് രൂപത്തിലാണ്, ചില നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ഹൈറാർക്കിയൽ ചെയിൻ ഓഫ് കമാൻഡ്, ഒരു സ്ഥാപനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള ആധികാരിക ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അധികാരങ്ങളും സ്ഥാനങ്ങളും മഹത്വമുള്ള ആളുകളെ ആ രൂപത്തിൽ കണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണ്ട നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സാധാരണ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒരു വർക്ക് പ്ലേസിലാണ്. അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടികളുടെ ഭാഗമായി ആ ഡ്യൂട്ടി നടക്കുന്ന സമയങ്ങളിൽ മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും അവരുടേതായ രീതിയിലാണ്, അവരുടെ പ്രീ ഡിഫൈൻഡ് ചാനൽസിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നെക്സ്റ്റ്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് 4 ടൈപ്സ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് 4 രൂപത്തിൽ കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ, അപ്വേർഡ് ഓർ ബോട്ടം അപ്പ് കമ്മ്യൂണിക്കേഷൻ. The communication in which the flow of information goes from subordinate to superior authority. അപ്വേർഡ്, മേലോട്ടുള്ള മുകളിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സബോർഡിനേറ്റ്, ഒരു കീഴുദ്യോഗസ്ഥൻ, റാങ്കുകളിലും പദവികളിലും ജോലിയിലൊക്കെ താഴെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്റെ മേലുദ്യോഗസ്ഥനോട്, സുപ്പീരിയർ അതോറിറ്റിയോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. Then second one, downward or top down communication. The communication in which the flow of information goes from superior to subordinate. Downward, കീപ്പോട്ടുള്ള കീഴോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയർ, ഒരു മേലുദ്യോഗസ്ഥൻ തന്റെ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥന്മാരോട്, സ്റ്റാഫുകളോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹോറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. Communication between two employees of different department working at the same level. ഹോറിസോണ്ടൽ, പാരലലായ രീതിയിൽ, സമാന്തരമായ, തിരശ്ചീനമായ, നേരെയുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ലൈന് നാം വരയ്ക്കുകയാണെങ്കിൽ അത് പാരലൽ ആയിരിക്കും, നേരെയുള്ള ഒരു ലൈൻ ആയിരിക്കും. അതായത് ഒരു സ്ഥാപനത്തിലെ ഒരേ റാങ്കിലുള്ള പദവികളിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ സെയിം ലെവലായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പദവികളിലെ വ്യത്യാസം ഇവിടെയില്ല, സെയിം പദവികളിലുള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ. നെക്സ്റ്റ്, ക്രോസ് വൈസ് ഓർ ഡയഗോണൽ കമ്മ്യൂണിക്കേഷൻ. The communication between the employees of two different departments working at different levels. ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്രോസ് ആയ രൂപത്തിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അതായത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡിഫറെന്റ് ലെവലുള്ള ആളുകൾ തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ഒരു സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ലോ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ മേലുദ്യോഗസ്ഥനോട് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലെ വ്യത്യസ്ത ലെവലുകളിലുള്ള വ്യക്തികളുമായി നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ക്രോസ് വേസ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ചാനൽ ഈസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. The communication which does not follow any predefined channels for transmission of information is known as informal communication. This type of communication moves freely in all directions. In any organization, this type of communication is very natural as people interact with each other about their personal life, professional life, and other matter. For example, sharing of feelings, casual discussions, and gossip, etc. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ പ്രീ ഡിഫൈൻഡ് ചാനൽസുകളിൽ അല്ലാതെ, നേരത്തെ പറഞ്ഞ സ്ട്രക്ചേർഡ് ഫോമുകളൊന്നുമില്ലാതെ
നിയമങ്ങളും വ്യവസ്ഥകളും ഒന്നും പാലിക്കാതെ ആർക്കും ആരുമായും എങ്ങനെയും നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഒഫീഷ്യലായ ഫോർമാറ്റുകളില്ല. ഒരു കാഷ്വൽ ടോക്ക് അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണങ്ങൾ ഔപചാരികതകളില്ലാതെ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൂവ്സ് ഫ്രീലി ഇൻ ഓൾ ഡയറക്ഷൻസ്. ഏത് തരം ഡയറക്ഷൻസിലും ഇത് നടക്കും. നേരത്തെ നാം പറഞ്ഞ ഒരു ഓർഗനൈസേഷനിലെ ഉയർന്ന ലെവലുള്ള വ്യക്തികളോട് വ്യത്യസ്ത തലങ്ങളിലെ ആളുകൾ സൗഹാർദ്ദപരമായി പരസ്പര ബന്ധങ്ങളുടെ പേരിൽ ഫോർമാലിറ്റികൾ പാലിക്കാതെ ഒഫീഷ്യൽ രീതികൾ പാലിക്കാതെ വളരെ കാഷ്വൽ ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു. ഇതിനെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി ക്വിക്ക് ആൻഡ് റാപ്പിഡ്. വളരെ വേഗത്തിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം ഇവിടെ ഇൻട്രഡക്ഷനോ മറ്റു ഒഫീഷ്യൽ രീതികളോ ഫോർമാലിറ്റീസുകളോ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ വേഗത്തിൽ നടക്കുന്നു. ഒരു ഓർഗനൈസേഷനിൽ തന്നെ വ്യത്യസ്ത ലെവലുകളിലും സ്ഥാനങ്ങളിലുമുള്ള ആളുകൾ അവരുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രൊഫഷണൽ ലൈഫിലെ തന്നെ വളരെ സ്വകാര്യ സ്വഭാവമുള്ള കാര്യങ്ങൾ, മറ്റു സൗഹാർദ്ദത്തിന്റെ പേരിൽ പരസ്പരം ഷെയർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അത്തരം ഒഫീഷ്യൽ ഫോർമാറ്റുകളിലല്ല നടക്കുന്നത് എന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഷെയറിംഗ് ഫീലിങ്സ്, ഇമോഷൻസ്, ഫീലിങ്സുകളൊക്കെ ഷെയർ ചെയ്യുക, ഹാപ്പിനെസ്, സാഡ്നെസ്, അതുപോലെ മറ്റു കാഷ്വൽ ഡിസ്കഷൻസ്, അതുപോലെ ഗോസിപ്സുകൾ, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് 4 types. First one, single strand chain. The communication in which one person tells something to another, who again says something to some other person, and this process goes on. Here in informal communication, one person communicate with another one person. One person another single personോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട ഈ പേഴ്സൺ അനദർ സിംഗിൾ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സിംഗിൾ പേഴ്സൺ ടു സിംഗിൾ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ നടന്നു പോകുന്ന പ്രോസസ്സിനെയാണ് സിംഗിൾ സ്റ്റാൻഡ് ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലസ്റ്റർ ചെയിൻ. The communication in which one person tells something to some of its most trusted peoples, and then they tell them to their trustworthy friends, and the communication continues. Here in this way, a single person communicate with a group of people. ഒരു വ്യക്തി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലെ ഈച്ച് പേഴ്സൺസ് മറ്റു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലെ ഓരോ വ്യക്തികളും മറ്റു ഗ്രൂപ്പുകളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുന്ന പ്രോസസ്സിനെയാണ് ക്ലസ്റ്റർ ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ചെയിൻ. The communication happens when a person randomly chooses some person to pass on the information. ഇവിടെ ഏതെങ്കിലും ഒരു പേഴ്സൺ അവനിഷ്ടമുള്ള ചില പേഴ്സൺസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ അവനിഷ്ടമുള്ള അവന് താല്പര്യമുള്ള മറ്റാരെങ്കിലുമൊക്കെ റാൻഡംലി സെലക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പ്രത്യേക ഓർഡറുകളില്ലാതെ ദിശകളില്ലാതെ ഓരോ പേഴ്സണും അവന് താല്പര്യമുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രോബബിലിറ്റി ചെയിൻ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ കാണുന്നത് പോലെ എ എന്ന പേഴ്സൺ ബിയോടും സിയോടും ഇയോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ സി അവന് താല്പര്യമുള്ള ഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഡി പിന്നീട് മൂന്നാം സ്റ്റേജിൽ എഫിനോടും ജിയോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും അവനിഷ്ടമുള്ള പ്രത്യേക റൂട്ടുകളില്ലാതെ ദിശകളില്ലാതെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനെയാണ് പ്രോബബിലിറ്റി ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗോസിപ്പ് ചെയിൻ. The communication starts when a person tells something to a group of people and then they pass on the information to some more peoples, and in this way the information is passed on to everyone. Gossip എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യാറുള്ളത് നമുക്കറിയാം. ഇവിടെ ഏതെങ്കിലും ചില വ്യക്തികൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേറെ പല ഗ്രൂപ്പുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇൻഫർമേഷൻ ഇങ്ങനെ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക്, ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു. ഇതിനെയാണ് ഗോസിപ്പ് ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡയറക്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച്, അത് സംഭവിക്കുന്ന ദിശ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ട്രാവൽസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഇൻ 4 different directions, and often the channel of the communication are prescribed by the direction in which the communication is flowing. ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രധാനമായും 4 ടൈപ്പാണ് എന്ന് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചാനൽസിന്റെ ബേസിൽ കമ്മ്യൂണിക്കേഷൻ ഫോർമൽ, ഇൻഫോർമൽ എന്നീ ക്ലാസിഫിക്കേഷൻ ആണ് നാം പറഞ്ഞു.
അതിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിലാണ്. ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന 4 ടൈപ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ഷന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. On the basis of communication directions, types of communications are upward communication, downward communication, horizontal communication, then crossways or diagonal communication. ഇതൊക്കെ നാം നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. അവിടെ നാം പറഞ്ഞ പോയിന്റ്സുകളൊക്കെ ഒന്നുകൂടി വിപുലപ്പെടുത്തി ഇവിടെ ഒന്ന് പറയാൻ ശ്രമിക്കുക. അപ്പോൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സുകൾ നാം കണ്ടു. അതെല്ലാം ഡിഫറെൻറ്റ് ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രധാനമായും നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ചോദിക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചെറിയ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യലായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ ഓക്കെ, നൗ ലെറ്റ് us wind up here. Let us discuss next topics in coming videos. Okay, thank you.